ഇപ്പോഴത്തെ എല്ലാ വീടുകൾക്കും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഘടകമാണ് വരാന്ത അല്ലെങ്കിൽ സിറ്റ് ഔട്ട്. ഇത് എല്ലാ വീടുകൾക്കും നിർബന്ധമാണോ? പണം വെക്കുന്ന പൊസിഷൻ, വീട്ടിൽ പണം വെക്കുന്ന സ്ഥലം എവിടെ ആയിരിക്കണം, അത് എവിടെ ആയിരിക്കാൻ പാടില്ല എന്ന്. ഹായ്, നമസ്കാരം. വാസ്തുപരമായി പുതിയൊരു വീഡിയോയിലോട്ടേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ മോഡേൺ കാലത്ത് പുതിയ ടെക്നോളജീസൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഓരോരുത്തരും പുതിയ വീടുകളൊക്കെ നിർമ്മിക്കുന്നത്. അതിൻ്റെ മറവിൽ നമ്മൾ വാസ്തു എന്നൊരു ഘടകത്തെ തന്നെ മറന്നു പോകുന്നുണ്ട്. അതിൻ്റെ സത്യാവസ്ഥ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ആസ്ട്രൽ തങ്കച്ചൻ സാറാണ്. സാർ നമസ്കാരം. നമസ്കാരം. ഇപ്പോഴത്തെ എല്ലാ വീടുകൾക്കും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഘടകമാണ് വരാന്ത അല്ലെങ്കിൽ സിറ്റ് ഔട്ട്. ഇത് എല്ലാ വീടുകൾക്കും നിർബന്ധമാണോ? നമുക്ക് സിറ്റ് ഔട്ട്, ഒരു വീടിന് സിറ്റ് ഔട്ട് വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വേണം. പക്ഷേ ഈ സിറ്റ് ഔട്ടിലൂടെ ഒരുപാട് വീടുകൾ ചതിക്കപ്പെടുന്നു, അറിയോ? ഇല്ല. എനിക്കറിയാം, ഒരു KSFI ആയി ബന്ധപ്പെടുന്ന ഒരു കുടുംബം. അപ്പം അവിടെ ഞാൻ പോയപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ല, പക്ഷേ അടി കിട്ടിയത് മെയിൻ സിറ്റ് ഔട്ടിനാണ്. അപ്പോൾ സിറ്റ് ഔട്ട് വയ്ക്കുന്ന എല്ലാവരും സൂക്ഷിക്കേണ്ട കാര്യം, വടക്ക് കിഴക്കുകളിൽ സിറ്റ് ഔട്ട് വയ്ക്കാം 100%. നിങ്ങൾ ഒരു വാസ്തു നോക്കണ്ട, വടക്ക് കിഴക്കാണ് നിങ്ങളുടെ മുഖം വാതിൽ വരികയാണെങ്കിൽ. ഇപ്പോൾ ഈസ്റ്റ് ഓഫ് നോർത്ത് ഈസ്റ്റ് എന്ന് പറഞ്ഞ സെക്ഷനുണ്ട്, കിഴക്ക് ഈശാന്യം എന്ന് പറയും. നോർത്ത് ഓഫ് നോർത്ത് ഈസ്റ്റ് ഉണ്ട്, വടക്ക് ഈശാന്യം. അപ്പോൾ എപ്പോഴും ഉച്ചനീച്ചങ്ങൾ പറയുമ്പം 2 ഉച്ചങ്ങൾ ചേരുന്ന സ്ഥലമാണ് ഈശാന്യം. ഈ ഉച്ചങ്ങളിൽ വടക്കിലും കിഴക്കിലും ഉച്ചമുണ്ട്. ഈ ഉച്ചഭാഗങ്ങളിൽ നിങ്ങൾ സിറ്റ് ഔട്ട് കെട്ടുമ്പോൾ നിങ്ങൾ ആരോടും ചോദിക്കണ്ട, എങ്ങനെ വേണം നമുക്ക് സിറ്റ് ഔട്ട് വാതിലും വയ്ക്കാം. കിഴക്കുന്ന് കയറി വടക്കിലോട്ട്, കിഴക്കുന്ന് പടി ചവിട്ടി വടക്കിലോട്ട് കയറാം, അല്ലെങ്കിൽ വടക്കുന്ന് പടി ചവിട്ടി കിഴക്കിലോട്ട് കയറാം. നോർത്ത് ഈസ്റ്റിൽ വാതിലുള്ളവർക്ക് സിറ്റ് ഔട്ട് എങ്ങനെ വേണമോ വയ്ക്കാം. പക്ഷേ ഈശാന്യ ഒഴിച്ച് ആഗ്നേയത്തിൽ സിറ്റ് ഔട്ട് വയ്ക്കുന്ന ആൾക്കാരുണ്ട്. സൗത്ത് വെസ്റ്റ് എന്നുള്ള കന്നിമൂലയിൽ സിറ്റ് ഔട്ട് വയ്ക്കുന്നവരുണ്ട്. അത് ടോട്ടൽ അടിയാ, ഒരിക്കലും പറ്റില്ല, നോ ഡൗട്ട്. കന്നിമൂലയിൽ തെക്കേ കന്നി പടിഞ്ഞാറേ കന്നി 2 ഭാഗത്ത് സിറ്റ് ഔട്ട് വെച്ച് കഴിഞ്ഞാലും 100 അല്ല 1000% തെറ്റാണ്. പക്ഷെ ഇവർക്ക് അബദ്ധം പറ്റുന്നത് എങ്ങനെയെന്നറിയോ? ആഗ്നേയ വായുവ്യ ഭാഗങ്ങളിൽ വാതിൽ വയ്ക്കാം. ആഗ്നേയമാണെങ്കിൽ തെക്ക് ആഗ്നേയത്തിൽ വാതിൽ വയ്ക്കാം, വായുവ്യമാണെങ്കിൽ പടിഞ്ഞാറേ വായുവ്യത്തിൽ വാതിൽ വയ്ക്കാം. അപ്പോൾ ഉദാഹരണം, തെക്ക് ആഗ്നേയത്തിൽ നിങ്ങൾക്ക് വാതിൽ വയ്ക്കാം. പക്ഷേ പലരും ചെയ്യുന്ന തെറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ, കിഴക്ക് ആഗ്നേയത്തിലൂടെ സിറ്റ് ഔട്ടിൻ്റെ പ്രവേശനം, സിറ്റ് ഔട്ടിനുള്ളിൽ കയറി തെക്ക് ഫേസ് ചെയ്താൽ വാതിലിരിക്കുന്നത്. അപ്പോൾ വാതിൽ ശരിയും സിറ്റ് ഔട്ട് തെറ്റുമായി മാറുന്നു. തിരഞ്ഞെടുക്കുന്ന ദിക്ക് വായുവ്യമാണെങ്കിൽ വായുവ്യത്തിൽ സിറ്റ് ഔട്ട് വയ്ക്കാം, പടിഞ്ഞാറേ വായുവ്യത്തിലൂടെ പ്രവേശനം ആകാം. പക്ഷെ ചിലർ ചെയ്തത് വടക്ക് വായുവ്യത്തിലൂടെ കയറി പടിഞ്ഞാറേ വായുവ്യത്തിൽ പടിഞ്ഞാറ് ഫേസ് ചെയ്താൽ ഇറങ്ങുന്നതും പോകുന്നതും. അപ്പോൾ ഏത് 100% എങ്ങനെ വെച്ചാലും ശരിയാവുന്ന ഭാഗം നോർത്ത് ഈസ്റ്റ് ആണ് സിറ്റ് ഔട്ടിൽ. 100 അല്ല 1000 മടങ്ങ് ശരിയാവാത്ത ഭാഗം സൗത്ത് വെസ്റ്റ് കന്നി ഈ സിറ്റ് ഔട്ട്. പക്ഷേ അബദ്ധം പറ്റിപ്പോകുന്ന മിക്ക ആൾക്കാർക്ക് അബദ്ധം പറ്റുന്നത് ആഗ്നേയ വായുവ്യ സിറ്റ് ഔട്ടാണ്. അപ്പോൾ ഈശാന്യത്തിൽ ഏത് പൊസിഷനിൽ വേണമെങ്കിലും സിറ്റ് ഔട്ടിലൂടെ കയറി വീട്ടിനുള്ളിലോട്ട് കടക്കാം. അത് ഓട്ടോമാറ്റിക്കലി വാസ്തു കറക്റ്റ് ആകും. കന്നിയിൽ സിറ്റ് ഔട്ടും അരുത്, വാതിലും അരുത്. ആഗ്നേയത്തിൽ സിറ്റ് ഔട്ട് വയ്ക്കുന്നവർ സൂക്ഷിക്കുക, തെക്കിലൂടെ സിറ്റ് ഔട്ടിന്റെ സ്റ്റെപ്പും തെക്കിൽ തന്നെ മുഖമായ വീടിന്റെ വാതിലും വേണം. വീടിന്റെ വാതിൽ തെക്ക് മുഖമായി വരികയും തെക്ക് മുഖമായി തന്നെ സിറ്റ് ഔട്ടിൽ നിന്ന് പുറത്തിറങ്ങുകയും ചെയ്യുക. ഇതേപോലെ വായുവ്യത്തിൽ സിറ്റ് ഔട്ട് വയ്ക്കാം, പക്ഷേ വീടിന്റെ മുഖം പടിഞ്ഞാറ് നോക്കിയിരിക്കുകയും വായുവ്യത്തിൽ പടിഞ്ഞാറ് നോക്കിയിരിക്കുകയും സിറ്റ് ഔട്ടിന്റെ പോക്കൊരു പടിഞ്ഞാറ് നോക്കിയിരിക്കുകയും ചെയ്യാം. അപ്പം 4 പോർഷനും പറഞ്ഞു. ഇനി കുറച്ചുകൂടെ എളുപ്പത്തിൽ പറയാം. നമ്മുടെ ഈശാന്യത്തിൽ ആകാം, ഏത് ഫേസിൽ വേണമെങ്കിലും ഈശാന്യത്തിൽ സിറ്റ് ഔട്ട് ആവും, നിങ്ങൾ നോ ഡൗട്ട്. പക്ഷേ കന്നിയിൽ അരുത്, തെക്കിലും പടിഞ്ഞാറിലും സിറ്റ് ഔട്ടും അരുത്, അത് തെറ്റാണ്. ആഗ്നേയത്തിൽ വെക്കുകയാണെങ്കിൽ തെക്ക് മുഖമായി തന്നെ സിറ്റ് ഔട്ടും വാതിലും വേണം. വായുവ്യത്തിൽ വെക്കുകയാണെങ്കിൽ പടിഞ്ഞാറ് മുഖമായി തന്നെ സിറ്റ് ഔട്ടും വാതിലും വേണം. കഴിഞ്ഞില്ലേ സിറ്റ് ഔട്ടിന്റെ കാര്യം? പിന്നെ ഈ സംസാരിച്ചാൽ ടെക്നോളജി ഉപയോഗിച്ച് വീട് കെട്ടുന്നു. അത് ഈ ക്വസ്റ്റ്യനിൽ വന്നു, നല്ലൊരു വാക്കാ. പുതിയ വീടുകൾ, വില്ല, ബംഗ്ലാവ്സ് ഒക്കെ കെട്ടുമ്പോൾ ഇവർ വാസ്തു എങ്ങനെ നോക്കുന്നു എന്ന് ഞാൻ പറഞ്ഞുതരാം. എൻ്റെ ഇത്രയും കാലത്തൊരു യാത്രയിൽ ഞാൻ അടുത്ത കാലത്ത് കണ്ട് മനസ്സിലാക്കുന്ന വാസ്തു. സാർ വാസ്തു ഒക്കെ നോക്കിയാൽ കെട്ടിയെന്ന് പറയും. സാർ വാസ്തു ഒക്കെ നോക്കിയാൽ കെട്ടിയത്. ഇവിടെ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, ഒരു ആർക്കിടെക്ട് അദ്ദേഹത്തിന് എപ്പോഴും നമ്മൾ ബിസിനസ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ പെൻസിലും പേനയും കൊണ്ടായിരുന്നു പണ്ട് ഞാൻ പ്ലാൻ വരയുന്നത്. ഞാൻ അപ്ഡേറ്റ് ചെയ്തത് ഐപാഡും ആപ്പിൾ പെൻസിലുമാണ്.
അതേപോലെ ഇവരും അപ്ഡേറ്റ് ചെയ്യണം. അപ്പോൾ വാസ്തു എല്ലാവരും ചോദിക്കുന്നുണ്ട്, ഇവരെവിടെയെങ്കിലും ഒരു ചെറിയ യൂട്യൂബിലോ അല്ലെങ്കിൽ ചെറിയ കോഴ്സോ ക്ലാസ്സോ ബുക്സോ നോക്കി, അല്ലെങ്കിൽ ഒരാളെ എൻ്റെ പ്ലാൻ നിങ്ങൾ വാസ്തു നോക്കണമെന്ന് പറഞ്ഞ് ഒരാളെ കൂടെ വച്ചിരിക്കുക. അപ്പോൾ അവർ നോക്കി വാസ്തുവൊക്കെ നോക്കിയിട്ട് അവർ പറഞ്ഞ രീതികളിൽ ഇവർക്ക് ബിസിനസ്സിൽ ലാഭകരമായ രീതിയിൽ പ്ലാൻ തിരുത്തുന്നു. വാസ്തു പുരുഷൻ അത് ചിലപ്പോൾ വാസ്തു പുരുഷൻ അതല്ല പണ്ഡിതൻ അത് സമ്മതിക്കുന്നു, അല്ലെങ്കിൽ ടെക്നീഷ്യൻ സമ്മതിക്കുന്നു. അപ്പോൾ ഇവർ ക്ലയന്റിന് എന്ത് വാസ്തു നോക്കിയാണല്ലോ ഞങ്ങൾ ചെയ്ത്. വാസ്തുവിൽ എത്ര തരം വാസ്തു ഉണ്ടെന്നുള്ള കാര്യമാണ് ഇവർ പരിശോധിക്കേണ്ടത്, അല്ലെങ്കിൽ ഒറിജിനൽ വാസ്തു എന്താണെന്നുള്ളതാണ് ഇവർ പരിശോധിക്കേണ്ടത്. അപ്പോൾ ഒരു വലിയൊരു വില്ല കെട്ടി പൂർത്തിയാക്കി കഴിഞ്ഞാൽ എന്നോട് ചോദിക്കുന്നത്, സാർ ഇതെല്ലാം വാസ്തു നോക്കിയാണ് കെട്ടിയത്, ഞങ്ങൾ എന്ത് ചെയ്യാൻ? അപ്പോൾ എനിക്ക് എൻ്റെ വാസ്തുവാണ് കൊള്ളാമെന്ന് അവരോട് പറയാനുള്ള മാനസിക ബുദ്ധിമുട്ടുണ്ട്. ഞാൻ അവരോട് വളരെ സാവധാനം പറയും, ഇത്രയും കാലം നിങ്ങൾ വാസ്തു നോക്കി കിട്ടിയെങ്കിൽ പിന്നെ എന്തിനാ എന്നെ വിളിച്ചത്? അപ്പോൾ എന്തോ തെറ്റ് സംഭവിച്ചു. വാസ്തു രീതിയിൽ വീട് കെട്ടുകയാണെങ്കിൽ തെറ്റ് സംഭവിക്കില്ല, ഉറപ്പാണ്. 100% ഒരു മുദ്രപത്രത്തിൽ ഞാൻ എഴുതി കൊടുക്കാമെന്ന് എത്രയോ ഭാഗങ്ങളിൽ ഞാൻ പറയുന്നതാണ്. അപ്പോൾ വാസ്തുവാണ് ഒരു മനുഷ്യൻ. ഇപ്പം ഞാൻ എൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് ദുഃഖങ്ങളും അല്ലെങ്കിൽ ഒരുപാട് നന്മകളും അല്ലെങ്കിൽ ഒരുപാട് സന്തോഷങ്ങളും അല്ലെങ്കിൽ ഒരുപാട് കാശ് അല്ലെങ്കിൽ കാശിൽ ഇതെല്ലാം എൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ. എപ്പോഴും ഗുരു എന്നുള്ള പൊസിഷനിൽ വരുമ്പോൾ അല്ലെങ്കിൽ ടീച്ചർ എന്നുള്ള പൊസിഷനിൽ വരുമ്പോൾ അവർക്ക് ഒരുപാട് കർമ്മസ് ഏറ്റു വാങ്ങേണ്ടിയിരിക്കുന്നു. എപ്പോഴും നമ്മൾ ഗുരു ദരിദ്രൻ എന്ന് പറയത്തില്ലേ, ആ ഒരു രീതികളില്ല. കാരണം എന്നോട് ചോദിച്ചു, നിങ്ങൾ ഇത്രയും വാസ്തു നോക്കുന്നു, നിങ്ങൾ കോടിക്കണക്കിന് ഉണ്ടാക്കിയോ എന്ന് ചോദിച്ചു. അതുകൊണ്ട് വളരെ ബാലിഷ്യമായ ഒരു ചോദ്യമാണ്. അത് നമുക്ക് വളരെ ഒരുപാട് 1000 ഉദാഹരണങ്ങളുണ്ട്. എപ്പോഴും ഗുരു പൊസിഷനിൽ ചിന്തിക്കേണ്ട ചോദ്യങ്ങൾ അതല്ല. കർമ്മ ഏറ്റുവാങ്ങുന്ന ഒരാളാണ് ഞാൻ. ഓക്കെ, പക്ഷേ എങ്കിൽ പോലും എനിക്ക് സമർത്ഥമായുള്ള ജീവിതമാണ് എൻ്റെ മനസ്സിന് സന്തോഷവും സമാധാനമുള്ള ജീവിതമാണ്. ഒരുപാട് കഷ്ടങ്ങളും ദുഃഖങ്ങളും പേറി വന്നൊരു മനുഷ്യനാണ് ഞാൻ. ശരി, അവിടെ എൻ്റെ കാര്യമില്ല, ഇത് പറഞ്ഞു കൊടുക്കുകയാണ്. കാരണം ഇവരുടെ സന്തോഷം എവിടെ പോയി? ഒരു വില്ല കെട്ടുമ്പോൾ ആ വീടോ കെട്ടാൻ വേണ്ടി മാത്രം ധനം ശേഖരിച്ചുകൊണ്ട് സന്തോഷമായിട്ട് ഇറങ്ങുന്നവരാണ് അവർ. വീട് കെട്ടിയതിനു ശേഷം പിന്നെ എന്തേ സന്തോഷം പോയി? നിങ്ങളുടെ ബുദ്ധിയും നിങ്ങളുടെ വിദ്യാഭ്യാസവും നിങ്ങളുടെ തൊഴിലും ജീവിതവും ഒക്കെ നിങ്ങളുടെ കയ്യിലുണ്ട്, ഇപ്പോഴും ഉണ്ട്. പക്ഷെ എന്തേ വീട് കെട്ടിയതിനു ശേഷം നിങ്ങൾ മറ്റൊരു ക്യാരക്ടറായി മാറുന്നു? മനസ്സിലായില്ലേ? അപ്പോൾ ഇതെങ്ങനെ സംഭവിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അപ്ഡേഷനിൽ ഇവർ ലാപ്ടോപ്പ് കൊണ്ടുവരും. ഒരു ലാപ്പ് എല്ലാം കൊണ്ടുവന്നിട്ട്, അല്ലെങ്കിൽ ഇവരുടെ ഓഫീസിലോട്ട് പോകുമ്പോൾ വലിയ ഡിസ്പ്ലേ, അതിൽ ഇവരെ വലിയൊരു AC റൂം, അതിനകത്തൊരു കസേരയിലിരുന്ന് വലിയ ഡിസ്പ്ലേ കാണിക്കണത് വലിയ വർക്കിനാണ് കേട്ടോ. അപ്പോൾ അവർ നോക്കുമ്പോഴത്തേക്ക് അങ്ങനെ ഒരു 3D 5D എഫക്റ്റിൽ ഇങ്ങനെ കാണിക്കുകയാണ്. അങ്ങനെ വീട് ഇങ്ങനെ ചുറ്റി വരുന്നു. അവിടെ വലിയ 2-3 മാവ് മരങ്ങൾ, പ്ലാവ്, ജമന്തി, പിന്നെന്താ പേരയ്ക്ക, മാങ്ങ, ഇങ്ങനെയൊക്കെ ഉള്ള മരങ്ങളൊക്കെ സൈഡിൽ നിർത്തി വീടിൻ്റെ ഈ മരം കുറച്ച് കഴിഞ്ഞ് പട്ടു പോകണമെങ്കിൽ ആ വീടിൻ്റെ വൃത്തിയുടെ ആരാ സഹിക്കുക? ഈ മരം ഇവർ കാഴ്ചയിൽ ആസ്വദിച്ച് വീടിന് അഗ്രിമെന്റ് ചെയ്യണം. മനസ്സിലായില്ലേ? അപ്പം അങ്ങനെയല്ല, വീട് എപ്പോഴും റെഡ് ആംഗിളോ അല്ലെങ്കിൽ ചതുരമോ ആയിരിക്കും, സമചതുരമോ അല്ലെങ്കിൽ ദീർഘചതുരമോ ആയിരിക്കണം. കൺസ്ട്രക്ഷനിൽ ആരും ഇപ്പോൾ ഒരുപാട് അബദ്ധം പറ്റുന്നതെല്ലാം ഒരു വീടും റെഡ് ആംഗിളോ സമചതുരമോ ആവുന്നില്ല. എന്തിനാണ് ഇവർ ഈ മുക്കുകളും മൂലകളും കോണിക്കുന്നു എന്നുള്ള ചോദ്യത്തിന് എനിക്ക് ആരും ഇതൊരു ഉത്തരം പറഞ്ഞിട്ടില്ല, എനിക്കത് സഹിക്കത്തില്ല. ഞാൻ അങ്ങനെ പല ഭാഗത്തും പോകാറുണ്ട്. ശരി, വെച്ചോളൂ. അങ്ങനെ എവിടെയെങ്കിലും നമ്മൾ വാസ്തു അബദ്ധം ചെയ്യുകയാണെങ്കിൽ അതിന് മറുപരിഹാരം വാസ്തു യോഗ്യമായിരിക്കണം. ഒന്നും മിസ് ചെയ്യാൻ പാടില്ല വാസ്തു. ഇപ്പം ഞാൻ വിധിക്ക് പറയുന്നു, വിധിക്ക് ആണെന്നുണ്ടെങ്കിൽ തിരഞ്ഞെടുക്കരുത് ദിക്ക്. ഒരു പക്ഷേ തിരഞ്ഞെടുക്കേണ്ട നിർബന്ധിത അവസ്ഥ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ അല്പം പോലും വാസ്തു കളയരുത്. മനസ്സിലായി? ഇപ്പം ദിക്ക് ഉള്ള വീടുകളിൽ പ്രധാന 3-4 കംപ്ലൈൻറ്റ് ഒഴിച്ച് ബാക്കി എല്ലാം നിങ്ങൾക്ക് ഇച്ചിരി നിസ്സാരമായി പോയാലും കോച്ചാരത്തിൽ ഇത് ക്ലിയർ ചെയ്ത് വരും. പക്ഷേ പ്രധാനപ്പെട്ട മൂലകാരണങ്ങളായ പ്രധാന വാതിൽ, കിണർ കുഴികൾ, പിന്നെ കിച്ചൺ, ഇതേപോലത്തെ 3-4 കാര്യങ്ങൾ വിധിക്കൽ ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഇത്രയും മാത്രം ശ്രദ്ധിച്ചാൽ മതി. പക്ഷേ വിധിക്കൽ ഒരു ഡോറിൻ്റെ ജനൽ ഡിഗ്രി പോലും നിങ്ങൾ ശ്രദ്ധിക്കണം. മീൻസ് 25-30 കഴിഞ്ഞാൽ ഡിഗ്രി ഒരു ജനൽ വയ്ക്കുന്ന പൊസിഷൻ, ഡോർ വയ്ക്കുന്ന പൊസിഷൻ പോലും നിങ്ങൾ വളരെ സൂക്ഷ്മതയോടെ ചെയ്യണം. അപ്പോൾ ചോദിച്ച ചോദ്യം എന്തുവായിരുന്നു? വരാന്തകളുള്ള വളരെ വിശദമായ ഒരു എക്സ്പ്ലനേഷൻ ഞാൻ തന്നു. അടുത്ത ചോദ്യത്തിലോട്ട് വരും. അതുപോലെ തന്നെ ഒരുപാട് പേർക്ക് അറിയേണ്ട ഒരു കാര്യമുണ്ട്, നമ്മുടെ പ്രേക്ഷകർക്കായാൽ പോലും അറിയേണ്ട ഒരു കാര്യമാണ് പണം വെക്കുന്ന പൊസിഷൻ. വീട്ടിൽ പണം വെക്കുന്ന സ്ഥലം എവിടെ ആയിരിക്കണം, അത് എവിടെ ആയിരിക്കാൻ പാടില്ല എന്നൊക്കെ. അങ്ങനെ ഒരു സംഭവം ഉണ്ട്. പണ്ട് നെല്ലില്ലേ, നെല്ല്, പിന്നെ എൻ്റെ കൈത എന്ന് പറയുന്നത് നെല്ലിൻ്റെ കുഞ്ഞു ചെടിയില്ലേ, ഞാറ് പോലത്തെ, ഇത്തരം കാര്യങ്ങളെല്ലാം കന്നിമൂലയിൽ കുറച്ച് ദിവസം വെച്ച് ശേഖരിക്കുമായിരുന്നു. കൂടുതലും നിലാവുള്ള സമയങ്ങളിൽ, ആ നിലാവിന് മുമ്പുള്ള 2-3 ദിവസവും നിലാവ് കഴിഞ്ഞാൽ 2-3 ദിവസമെങ്കിലും ഇതൊരു എനർജി സ്റ്റേഷൻ സംഭവിക്കുന്ന സ്ഥലമാണ് ഈ കന്നിമൂല. വടക്ക് അല്ലെങ്കിൽ കിഴക്ക് ഈ 2 ഭാഗത്ത്, അത് ഈശാന്യ ഭാഗത്തൂടെ കടന്നു വരുന്ന എനർജി വായുവിൻ്റെ സഹായത്തോടെ മൂവ് ചെയ്ത് ആഗ്നേയത്തിൻ്റെ ഭാഗത്ത് ഫിൽട്ടറായി കന്നിയിൽ സംഭരിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഗുരുക്കളാൽ കിട്ടിയ അറിവുകൾ. മനസ്സിലല്ലേ? ഇതെല്ലാം നോൺ മെറ്റീരിയൽ ഫാക്ട്സ് ആണ്.
പക്ഷേ അതികായന്മാരും അതിസമർത്ഥമായ ഗുരു, എനിക്ക് അങ്ങനെ ഒരു ഭാഗ്യമുണ്ട്. ഒരുപാട് വലിയ ഗുരുക്കളുടെ കൂടെ നിന്ന് യാത്ര ചെയ്യാനുള്ള ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവർ ഒരു കൊച്ചു കുട്ടികൾക്ക് മനസ്സിലാക്കി തരുമ്പോൾ ഒരു കഥ പോലെ ഞങ്ങൾക്ക് പറഞ്ഞു തരുന്ന കാര്യങ്ങളായിരുന്നു. ഇപ്പോഴേ പണ്ടേ ഈശാന്യത്തിലൂടെ കടന്നു വരുന്ന ആനയം ആനയിച്ച് ഈശ്വരനെ നമ്മൾ ആനയിച്ച് കൊണ്ടുവരുന്നു. അതകത്ത് കയറുന്നു. വെളിയിലുള്ളൊരു ഫോഴ്സ് കൊണ്ട് വീട്ടിനുള്ളിലോട്ട് കയറുന്നു. വീട്ടിനുള്ളിൽ വായുവ്യം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ വായു സഞ്ചാരം പോലെ വായുവിൻ്റെ മൂവ്മെന്റ് കൊണ്ട് ഈ എനർജി വീടിന് ചുറ്റും സഞ്ചരിക്കുന്നു. ഈ കടന്നു വരുന്നതിൽ നെഗറ്റീവും പോസിറ്റീവും ഉണ്ടാവും. അതിൽ ആഗ്നേയത്തിൽ നെഗറ്റീവ് ഫിൽട്ടർ ചെയ്യപ്പെടുന്നു. ആഗ്നേയം അഗ്നിശുദ്ധി നേടുന്നു. ആഗ്നേയത്തിൽ അഗ്നി കത്തിക്കാതെ തന്നെ അവിടെ ഒരു ആഗ്നേയത്തിന്റെ പ്രസരിപ്പ് ഉണ്ടാവും. അത് നമ്മുടെ ബോഡി ഒബ്സർവ് ചെയ്യും. നമ്മൾ അഗ്നിമൂലയിൽ അഗ്നി കത്തിച്ചില്ലെങ്കിലും ആ മൂല ചേരുമ്പോൾ അവിടെ അഗ്നിമൂലയായി കഴിഞ്ഞാൽ അവിടെ ഒരു കെമിസ്ട്രി വർക്കായി അവിടെ ഒരു ചൂട് അതല്ലെങ്കിൽ ആഗ്നേയ രീതികളിൽ ഒരു ഫോഴ്സ് ഉണ്ടാവുന്നു. അത് ആസ്ട്രൽ ബോഡി ഒബ്സർവ് ചെയ്യും, ഐഡന്റിഫൈ ചെയ്ത് ഒബ്സർവ് ചെയ്യും. അപ്പോൾ വായുവ്യത്തിലൂടെ കടന്നു വരുന്നത് ഈ പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ടുള്ള സാധനങ്ങൾ വായുവ്യത്തിലൂടെ കൂടുതലും പോസിറ്റീവാണ് വരുന്നത്. നോർത്ത് ഈസ്റ്റിലൂടെ എന്നാൽ നെഗറ്റീവ് കയറി വരും. അത് വായുവ്യത്തിന്റെ മൂവ്മെന്റിലൂടെ ചുറ്റി ആഗ്നേയത്തിൽ അത് ശുദ്ധീകരിക്കപ്പെട്ട് കന്നിയിൽ സംഭരിക്കുന്നു. അപ്പോൾ കന്നി സംഭരണമാവുന്നു. ഭൂമി, ഉത്ഭവം, സംഭരണം, സ്ട്രോങ്, ചലിപ്പിക്കാൻ കഴിയാത്തത്. അപ്പോൾ അവിടെ നമ്മുടെ ധനം ശേഖരിക്കാം. അങ്ങനെ ഇരിക്കുമ്പോൾ അത് ധനം കുബേരനുമായിട്ട് എപ്പോഴും കണക്ട് ചെയ്യണം. അപ്പോൾ കുബേര മൂല കന്യാണെങ്കിൽ കുബേരന്റെ ദിക്ക് വടക്കാണ്. അപ്പോൾ തെക്കിലൊരു ബീറോ വയ്ക്കുമ്പോൾ അത് വടക്ക് മുഖമായി വയ്ക്കാം. പടിഞ്ഞാറിൽ നിന്നൊരു ബീറോ വെച്ച് കിഴക്ക് മുഖമായി വയ്ക്കാം. പക്ഷേ ആ റൂമിന്റെ വാതില് കിഴക്കാണെങ്കിൽ ഈ ബീറോ കിഴക്ക് നോക്കി വയ്ക്കാം. ആ റൂമിന്റെ പുറത്തോട്ട് പോകുന്ന ബെഡ്റൂമിൽ നിന്ന് പുറത്തോട്ട് പോകുന്ന വാതിൽ വടക്കാണെങ്കിൽ ഇതിനെ തെക്കുന്ന് വടക്ക് നോക്കി വയ്ക്കാം. ഇതൊരു കെമിസ്ട്രി നോൺ മെറ്റീരിയൽ ഫാക്ട്സ് അതല്ല. പക്ഷേ ഇങ്ങനെ വെച്ച് അനുഭവ രീതിയിൽ ഒരുപാട് ക്ലിയർ ആവുന്നുണ്ട് ചില കാര്യങ്ങൾ. കാരണം വാസ്തു സ്റ്റുഡൻറ് എന്നുള്ള രീതിയിൽ എനിക്കത് പറയാം. ഞങ്ങളത് പല ഭാഗങ്ങളിൽ സെർച്ച് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു 3-4 പേര് അപ്രതീക്ഷിതമായി ഒരു വാഹനത്തിൽ ഇരുന്ന ഒരു കുടുംബത്തിന്റെ 3-4 പേര് ഒരുമിച്ച് മരിച്ചു എന്ന് വയ്ക്കാം. ഇതൊരു പത്രവാർത്തയാവുന്നു, അതൊരു പൊതുമരണമാവുന്നു. ഞാൻ അവിടേക്ക് യാത്ര ചെയ്ത് പോകുന്നേ. കാരണം അവിടെ ആരെന്തെന്ന് ചോദിക്കില്ല. ഒരുപാട് ആൾക്കാർ കൂടുന്ന കൂട്ടത്തിൽ ഒരുപക്ഷെ പറയാൻ പാടില്ല ആ മൃതദേഹങ്ങളുമായിട്ട് ആരോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ പോയി നോക്കുന്നതിന്റെ വാസ്തു ചുറ്റും ആ വീടിന്റെ ഭാഗത്ത് എവിടെയെങ്കിലും ഇങ്ങനെ നിന്ന് എന്തൊക്കെയാണെന്ന് നോക്കുക. എന്ത് കാരണമാണ് ഇത് സംഭവിച്ചതെന്ന് പഠിക്കാനുള്ള ഒരു ആഗ്രഹം കൊണ്ട് പോകുന്നതാണ്. ഞങ്ങളുടെ ടീമിലെ പല ഭാഗത്ത് ഇതിന് വലിയ അമ്പലങ്ങൾ, പെട്ടെന്ന് കോടതി വിധി പ്രകാരം വന്ന് പൂട്ടിയ ഫാക്ടറികൾ, കോടതിയിൽ നിന്ന് സീലായി ഫാക്ടറി പൂട്ടുന്നു, ജപ്തിയാവുന്നു. ഇതൊക്കെ വലിയ വലിയ ബിസിനസ് സ്ഥാപനങ്ങൾ. ഇതെല്ലാം ഞങ്ങൾ യാത്ര ചെയ്ത് പോയി അതിന്റെ ഫോൾട്ടുകൾ നോക്കും. അവർ വിളിച്ചിട്ടല്ല, പഠിക്കാൻ ആഗ്രഹിച്ച് പോകുന്നതാണ്. അങ്ങനെയൊക്കെയുള്ള കളക്ഷനും കൂടെയാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ ഇതൊരു നിസ്സാര കാര്യം. ധനം എവിടെ വേണമെങ്കിലും വെക്കാം, സെക്യൂരിറ്റിയാണ് ഉറപ്പുവരുത്തേണ്ടത്. പക്ഷെ വാസ്തുവിൽ സംസാരിക്കുമ്പോൾ അതിന് ഒരു ആധികാരത്തോടെ സംസാരിക്കണം. അപ്പം നിങ്ങൾ കൂടുതൽ വെയിറ്റുകൾ വയ്ക്കേണ്ട ബീറോ ഒക്കെ വയ്ക്കുമ്പോൾ പണപ്പെട്ടി, ബീറോ, ഇതൊക്കെല്ലാം വെയിറ്റിന്റെ അടിസ്ഥാനത്തിൽ കന്നിലോട്ട് പോകുന്നത് നല്ലതാണ്. അവിടെ ഒരു സംഭരണ ശേഷിയുണ്ട്, ഉത്ഭവത്തോട്ട്. അപ്പോൾ അവിടെ ഉത്ഭവിക്കും ധനം. സംഭരിച്ച് വിത്ത് വിതയും. അപ്പൊ ഈ കോൺസെപ്റ്റ് എല്ലാം അതിന് പൊരുന്നുകൊണ്ട് അവിടെ വയ്ക്കുന്ന ലോ ഓഫ് അട്രാക്ഷൻ ത്രൂ നല്ലതാണ്. ഇനി ഞാൻ എങ്ങോട്ട് വലത്തോട്ട് തിരിക്കണോ ഇടത്തോട്ട് തിരിക്കണോ എന്ന് ചോദിച്ചു കളയരുത്. വാതിൽ വലത്തോട്ട് തിരിക്കണോ ഇടത്തോട്ട് ചോദിച്ചു കളയരുത്. അവിടെ വയ്ക്കാം. ആ റൂമിന്റെ അമൈപ്പ്, ആ റൂമിൽ നിന്ന് വടക്കിലോട്ടാണ് റൂമിന്റെ വാതിലുണ്ടെങ്കിൽ അത് തെക്ക് വയ്ക്കണം, വടക്ക് മുഖമായി. ആ റൂമിന്റെ വാതിൽ കിഴക്കോട്ടാണെങ്കിൽ അത് പടിഞ്ഞാറ് വെച്ചിട്ട് കിഴക്ക് മുഖമായി ബീറോ വയ്ക്കാം. അവിടെ നിങ്ങൾക്ക് ധനം വയ്ക്കാം. എല്ലാം നല്ലതാണ്. മുഖ്യമായിട്ടുള്ള ഡോക്യുമെന്റ്സ്, അതായത് നിങ്ങൾക്കുള്ള ശേഖരണങ്ങളെല്ലാം പൊങ്ങി വളരാൻ ആഗ്രഹിക്കുന്ന എല്ലാം നിങ്ങൾക്ക് അവിടെ വയ്ക്കാം. ഒരുപാട് പേരുടെ സംശയങ്ങൾക്കുള്ള ഉത്തരം സാറിലൂടെ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായി നമ്മൾ വീണ്ടും വരും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. താങ്ക് യു.